വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. BJP വർഗീയ പാർട്ടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ വർഗീയത പറഞ്ഞ് പല സംസ്ഥാനങ്ങളിലും അവർ വോട്ട് പിടിക്കാറില്ല. അവർ വികസനം എന്ന രീതിയിൽ അതിൻ്റെ ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞുകൊണ്ടാണ് വർഗീയത എല്ലായിടത്തേക്കും വിളമ്പുന്നത്. പക്ഷേ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് യാതൊരു മടിയുമില്ലാതെ അധികാരത്തിലെത്തുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളുണ്ട്. അതായത് ദേവസ്ഥാനം ഇരിക്കുന്ന ഇടമാണ്, ഇവിടെ മറ്റേതെങ്കിലും പാർട്ടി അധികാരത്തിൽ വന്നാൽ മുടിഞ്ഞു പോകും, ഇവിടെ കൃത്യമായും ഭക്തവികാരം ഊട്ടിയുറപ്പിക്കേണ്ട സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ്. ഹിന്ദു ഭൂരിപക്ഷമുള്ള ചില സംസ്ഥാനങ്ങൾ BJP പിടിച്ചെടുക്കുന്നത് അവരുടെ വോട്ട് ബാങ്കിൽ വർഗീയത ആഞ്ഞ് കത്തിച്ചുകൊണ്ട് തന്നെയാണ്. അതിലൊന്നാണ് ഉത്തരാഖണ്ഡ്. നിലവിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ്. വർഗീയത വിളമ്പാൻ ഏറ്റവും മികച്ച ഓപ്ഷനായി BJP കണക്കാക്കുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് പുഷ്കർ സിംഗ് ധാമി. ആസാമിലെ മുഖ്യമന്ത്രിയായ ഹിമന്ത വിശ്വാസിനെയോ അല്ലെങ്കിൽ ബംഗാളിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിലവിൽ അവിടെ വലിയ തോതിൽ പരിവർത്തനം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സുവേന്ദു അധികാരിയോ ഒന്നുമല്ല. വർഗീയതയുടെ അംബാസഡറായി തന്നെ കണക്കാക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. ചെറിയ സംസ്ഥാനമായതുകൊണ്ട് അതിൻ്റെ കാഠിന്യം കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസിൻ്റെ അപജയത്തിന് പല കാരണങ്ങളുമുണ്ട്. അതിലൊന്ന് തമ്മിൽ തല്ലാണ്. ഹരിയാനയിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് മറ്റെല്ലാ ഇടങ്ങളിലും സംഭവിക്കുന്നത്. അധികാരം ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ പോലും അധികാരം നേടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനാകാത്തതിൻ്റെ മൂലകാരണം മത്സരമാണ്. അധികാരം കിട്ടുമെന്ന സാഹചര്യം ഗ്രൗണ്ട് ലെവലിൽ നിന്നും കിട്ടുമ്പോൾ തന്നെ വിലപേശലും കച്ചവടവും നടത്തുന്നു. അതാണ് കോൺഗ്രസിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ വരുമ്പോൾ പല കോൺഗ്രസ് നേതാക്കൾക്കും യഥാർത്ഥ പ്രവർത്തകർക്കും ടിക്കറ്റ് കിട്ടാതെ വരും. ഉപജാപകർക്ക് ടിക്കറ്റ് കിട്ടും. അങ്ങനെ അവിടെ വിമത നീക്കമുണ്ടാകും. ഇവർക്ക് വേണ്ടി സാധാരണക്കാരായ ബ്ലോക്ക് പ്രസിഡന്റുമാർ അഹോരാത്രമിറങ്ങി പ്രവർത്തനം നടത്തുന്ന ശൈലിയാണ് ഈ സംസ്ഥാനങ്ങളിലൊന്നും കോൺഗ്രസ് ഗതി പിടിക്കാതെ പോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും പല സംസ്ഥാനങ്ങളിലുമുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉത്തരാഖണ്ഡിൽ മാതൃകാ മോഡൽ നടപ്പിലാക്കാനുള്ള ശ്രമം സ്വാഗതാർഹമാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് വിജയ് ബഹുഗുണയെ പോലുള്ള വലിയ നേതാക്കളൊക്കെ മാറി നിൽക്കട്ടെ. ഹരീഷ് റാവത്തിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു. ഇനി യുവനേതൃത്വം അവിടെ BJP നേരിടട്ടെ. കെൽപ്പുണ്ടെങ്കിൽ അധികാരം പിടിക്കട്ടെ. വർഗീയത വിളമ്പിക്കൊണ്ട് ദേവസ്ഥാനമിരിക്കുന്ന സംസ്ഥാനമാണിത്. അതുകൊണ്ട് BJP ജയിച്ചാൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് ന്യായം പറഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ല എന്ന് വ്യക്തമാവുകയാണ്.